Good morning, all. Good morning. Good morning, ma'am. Good morning. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഇന്റർവ്യൂവിന്റെ ടൈമിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതാണോ ഡിസ്കസ് ചെയ്തത്? അത് കംപ്ലീറ്റ് ആയോ? Do or don'ts അതാ മാം പറഞ്ഞോണ്ടിരുന്നത്. ഡൂസ് അതില് ഡൂസ് കംപ്ലീറ്റ് ആയോ? നോ മാം. ഇല്ലാലോ. നമുക്കൊന്നും കൂടി നമുക്ക് ഡൂസ് നോക്കാം കേട്ടോ. ഡൂസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്റർവ്യൂവിന്റെ സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. While preparing for an interview, ഒരു ഇന്റർവ്യൂവിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ a person should follow the following point. താഴെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഡു ഹോംവർക്ക്. നമ്മളൊരു ഒരു ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കമ്പനിയെ കുറിച്ചിട്ടും അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്, അതിന്റെ സക്സസ്, അതേപോലെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് സർവീസിനെ കുറിച്ചിട്ട്, അവരുടെ ടാർഗറ്റ് മാർക്കറ്റിനെ കുറിച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ധാരണ വേണം. The HR managers like those candidates who know about the company and the job position they are applying for. അപ്പൊ നമ്മൾ HR മാനേജർ അല്ലെങ്കിൽ ഇപ്പോൾ കാൻഡിഡേറ്റ്സിന് നമ്മൾ ഏത് ജോബ് പൊസിഷനിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ആ ഒരു സ്ഥാപനത്തെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായ ഒരു ധാരണ വേണം. ഫോർ ദിസ് കാൻഡിഡേറ്റ്സ് ഹാവ് ടു ഗെയിൻ നോളജ് അബൌട്ട് ദ കമ്പനി. സോ നല്ല രീതിയിൽ അതിനെ കുറിച്ച് അറിയണമെങ്കിൽ ആ ഒരു കമ്പനിയെ കുറിച്ച് നമുക്ക് നല്ല നോളജ് വേണം. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്, അതിന്റെ സക്സസ്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്, പ്രൊഡക്ട്സ്, അവരുടെ ടാർഗറ്റ് മാർക്കറ്റിനെ കുറിച്ചിട്ട് നമ്മളൊരു വ്യക്തമായ ഒരു ഐഡിയ നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. ഫോർ ദിസ് candidates have to gain knowledge about the കമ്പനിയെ കുറിച്ചിട്ട് നോളജ് അക്വയർ ചെയ്യണം. ഇത് എസ്റ്റാബ്ലിഷ്മെന്റ്, സക്സസ് മൈൽസ്റ്റോൺസ്, ഇറ്റ്സ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസ്, ടാർഗറ്റ് മാർക്കറ്റ് എക്സെട്ര. ഇനി ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്റർവ്യൂവിന്റെ ഡേറ്റിൽ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന്റെ ദിവസം നമ്മൾ നല്ല രീതിയിൽ അത്യാവശ്യം ആ ഒരു സ്ഥാപനത്തിലേക്ക് അറൈവ് ഏർലി ഫോർ ദ ഇന്റർവ്യൂ. എപ്പോഴും മാക്സിമം നേരത്തെ എത്താനായിട്ട് ശ്രമിക്കാം. ദ കാൻഡിഡേറ്റ് ഷുഡ് അറൈവ് ബിഫോർ ദ അലോട്ടഡ് ടൈം ഓഫ് ഇന്റർവ്യൂ. നമ്മൾ ആ ഇന്റർവ്യൂവിന്റെ ആ ഒരു കറക്റ്റ് ടൈമിലേക്ക് എത്താതെ കുറച്ച് നേരത്തെ, കുറച്ച് ഏർലി നമ്മൾ എത്താനായിട്ട് ശ്രമിക്കാം. ദിസ് വിൽ ഡെമോൺസ്ട്രേറ്റ് ദർ കമ്മിറ്റ്മെന്റ് ടു ദ വർക്ക്. ഇത് എന്തിനാ ഷോ ചെയ്യുന്നത്? ആ ഒരു വർക്കിനോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ് ആണ് അവിടെ കാണിക്കുന്നത്. ഇഫ് ദ കാൻഡിഡേറ്റ്സ് ഡസ് നോട്ട് അറൈവ് ഓൺ ടൈം, കാൻഡിഡേറ്റ്സിന് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ് ഷോസ് ദാറ്റ് ഹി ആൻഡ് ഷീ ഈസ് നോട്ട് ട്രസ്റ്റ് വർത്തി. അതെന്താ മീനിങ് വരുന്നത്? ആ ഒരു വ്യക്തി വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തിയല്ല എന്നുള്ളൊരു കാര്യമാണ് അവിടെ വരുന്നത്. ആൻഡ് ഫർദർ മേക്ക് എ ബാഡ് ഇംപ്രഷൻ ഓൺ ദ ഇന്റർവ്യൂ. അതൊരു ബാഡ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കാരണമാകുന്നു. ഇനി നമ്മള് ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞ സമയത്ത് നമ്മളൊരു നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും അല്ലെ? കമ്പനിയുടെ പേര്, കമ്പനിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ്, സക്സസ്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്, ചെയർപേഴ്സൺ, ചെയർമാൻ ആണെങ്കിൽ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആണെങ്കിൽ ആരാണ്, സിഇഒ, അങ്ങനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കമ്പനിയെ കുറിച്ച് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. സാധാരണ നമ്മളൊരു നോട്ടിലാണത് പ്രിപ്പയർ ചെയ്യുക. ആ നോട്ട് നമുക്ക് വേണമെങ്കിൽ ഇന്റർവ്യൂവിന്റെ സമയത്ത് കൂടെ കൊണ്ടുപോകാവുന്നതാണ്. ബ്രിങ് നോട്ട് അലോങ് ടു കാം നെർവസ്. നമുക്ക് ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവില്ല ഇന്റർവ്യൂവിന്റെ സമയത്ത്. അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന നോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർവ്യൂവിന് കൊണ്ടുപോകുന്നതാണ്. ദ ഇന്റർവ്യൂവർ can bring his or her note to calm down the nervousness. നമുക്ക് ആ ടെൻഷനും കാര്യങ്ങളും കുറച്ച് കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആ നോട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകാം. This often reflect that candidates is serious about the ജോബ് ഇന്റർവ്യൂ. ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുന്നതാണ്, ആ ഒരു ജോബിനെ കുറിച്ചിട്ട് അദ്ദേഹം കുറച്ച് സീരിയസ് ആണ്, അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് കുറച്ച് സീരിയസ് ആണ്. ആൻഡ് ഹാസ് ഡൺ ഹിസ് ഹോംവർക്ക്. ആ ഒരു ഹോംവർക്ക് അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് നല്ല രീതിയിൽ അവർ ഇൻഫർമേഷൻസ് കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, അക്വയർ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് ആണ് ഓഫർ എ ഫേം ഹാൻഡ് ഷേക്ക്. അതൊരു ഫേം ആയിട്ടുള്ള ഹാൻഡ് ഷേക്ക് കൊടുക്കുക. സിമ്പിൾ ആയിട്ട് നമ്മൾ ഫേം ആയിട്ടുള്ള ഹാൻഡ് ഷേക്ക്, ഒത്തിരി ഇങ്ങനെ ഹാൻഡ് ഷേക്ക് ചെയ്തുകൊണ്ടൊന്നും ഇരിക്കേണ്ട, ഒരു സിമ്പിൾ ആയിട്ടൊരു ഹാൻഡ് ഷേക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫേം ആയിട്ടുള്ള ഹാൻഡ് ഷേക്ക് കൊടുക്കുക. അതൊരു കോൺഫിഡൻസും പോസിറ്റിവിറ്റിയും ഇംപ്രൂവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ദ ഇന്റർവ്യൂ
The interviewer must offer a firm handshake as it reflects enthusiasm and confidence and positivity. A firm handshake is considered as a good start of a successful interview. ഒരു സക്സസ്ഫുൾ ഇന്റർവ്യൂവിന് ഒരു നല്ലൊരു ഫേം ഹാൻഡ്ഷേക്ക് എന്ന് പറയുന്നത് ഒരു ഗുഡ് സ്റ്റാർട്ട് ആണ്, നല്ലൊരു സ്റ്റാർട്ട് ആണ്. ആസ് മെനി HR മാനേജർ ടേക്ക് ദ ഹയറിംഗ് ഡിസിഷൻ ഇൻ 2 minutes ഓഫ് ദ ഇന്റർവ്യൂ. സാധാരണ നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഫസ്റ്റ് ആ ഒരു ഹാൻഡ് ഷേക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ആ ഒരു ഇംപ്രഷൻ, ആ 2 seconds നമ്മളെ കുറിച്ചൊരു ഇംപ്രഷൻ ആര് ക്രിയേറ്റ് ചെയ്യും? HR മാനേജേഴ്സ് ക്രിയേറ്റ് ചെയ്യും. ഇതെന്നെ ഹയർ ചെയ്യണോ വേണ്ടി എന്ന്. നമ്മൾ ആ ഒരു ഫസ്റ്റ് ടൈമിൽ നമ്മുടെ ലുക്ക്, അപ്പിയറൻസ് കാര്യങ്ങളിലൂടെ അവർ ഇംപ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ബി കോൺഫിഡന്റ് ബട്ട് നോട്ട് സുപ്പീരിയർ. നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം, പക്ഷെ അവരെക്കാൾ കൂടുതൽ നോളജ് നമുക്ക് ഉണ്ടെന്നുള്ള ഒരു തിങ്കിങ് പാടില്ല. The candidates must know the difference between superiority and confidence. എന്താണ് superiority, അതേപോലെ തന്നെ എന്താണ് കോൺഫിഡൻസ് എന്ന് മനസ്സിലാക്കണം. നമ്മൾ ഒരിക്കലും അവരെക്കാൾ സുപ്പീരിയർ ആണ് എന്ന് തെളിയിക്കരുത്. നമ്മള് എന്താണ് കോൺഫിഡന്റ് ആയിരിക്കണം, അല്ലാതെ സുപ്പീരിയർ ആണ്, എനിക്ക് നിങ്ങളെക്കാൾ നല്ല കഴിവുണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ട്, അങ്ങനെ ഒന്നും നമ്മൾ അവരോട് പെരുമാറാൻ പാടില്ല. He should be willing to learn new things. അദ്ദേഹത്തിന് പുതിയതായിട്ട് വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന കാര്യങ്ങൾ ലേൺ ചെയ്യാനുള്ള ഒരു വില്ലിങ്നെസ് വേണം. റാദർ ദാൻ ഷോയിങ് ദ സുപ്പീരിയറിറ്റി ഓഫ് നോയിങ് എവറിത്തിങ്. അല്ലാതെ എനിക്ക് എല്ലാം അറിയാം എന്നുള്ളൊരു മുഖഭാവം അല്ലെ ഒരു അഹങ്കാരം പാടില്ല. നമ്മള് പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ലേൺ ചെയ്ത് അതെനിക്ക് പഠിച്ചെടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്റർവ്യൂ കണ്ടിന്യൂ ചെയ്യാം. HR manager do not like this kind of attitude as they do not want to their employee to be arrogant and unwilling to learn the organizational process and code of conduct. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അതിന് ട്രൈ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഞാൻ മാക്സിമം അതിന് വില്ലിങ് ആണെന്നുള്ള രീതിയിൽ തന്നെ പെരുമാറും. കാരണം അല്ലാതെ എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് പഠിക്കാൻ പറ്റില്ല, എനിക്ക് ന്യൂ തിങ്സ് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ അൺവില്ലിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാണിക്കുമ്പോൾ അത് ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ആ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന HR മാനേജറിന്റെ മനസ്സിലൊരു ബാഡ് ഇംപ്രഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ വില്ലിങ് ആയിരിക്കണം, പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് വില്ലിങ് ആയിരിക്കണം, പുതിയ അറ്റ്മോസ്ഫിയർ ലേൺ ചെയ്യാൻ താല്പര്യമുണ്ട്, അങ്ങനെ നല്ലൊരു ബെസ്റ്റ് പോസിറ്റീവ് ആയിട്ട് നമ്മളത് ഹാൻഡിൽ ചെയ്യണം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാണെങ്കിൽ ടേക്ക് ടൈം ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഓടി ആൻസർ, അവർ ക്വസ്റ്റ്യൻ ചോദിച്ച് നിർത്തുന്നതിന് മുമ്പ് തന്നെ ആൻസർ പറയണ്ട. പണ്ട് നമ്മള് സ്കൂളിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മള് ചോദിച്ചു നിർത്തുന്നതിന് മുമ്പേ തന്നെ എന്ത് ചെയ്യും, ആൻസർ പറയൂ അല്ലെ. അങ്ങനെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യണ്ട. പണ്ട് നമ്മൾ കേട്ടില്ലേ, പഠിപ്പിക്കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്, പഠിപ്പീസ് ആദ്യം തന്നെ ആൻസർ ഒക്കെ പറയും എന്നൊക്കെ പറയും. ഞാൻ പഠിപ്പീസ് അല്ലാത്തതുകൊണ്ടാണ് അവരെ കമ്പയർ ചെയ്യുന്നത്. അപ്പോ അങ്ങനെയല്ല ആൻസർ പറയേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് ആ ക്വസ്റ്റ്യൻ ചോദിച്ച് കുറച്ച് മിനിറ്റ്സ് എടുക്കാം നമുക്കതൊന്ന് തിങ്ക് ചെയ്യാം. ചോദിച്ച ചോദ്യം എന്താണ് എന്ന് തിങ്ക് ചെയ്തിട്ട് നമ്മുടെ മൈൻഡിൽ ആ ഒരു ആൻസർ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ആൻസർ പറയാനായിട്ട് ശ്രമിക്കാം. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ബിഗിൻ ടു ഫോർമുലേറ്റ് ആൻ ആൻസർ in their mind before speaker has to be complete his question. അപ്പൊ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് മനസ്സിലായി നമ്മുടെ മൈൻഡിൽ അതൊന്ന് ഫോർമുലേറ്റ് ചെയ്യാം. ദിസ് ഷുഡ് ബി സ്ട്രിക്ട്ലി അവോയ്ഡഡ് ഇൻ ഇന്റർവ്യൂ. നമ്മള് സ്പീക്കർ സംസാരിച്ച് തീരുമ്പോഴേക്കും നമ്മൾ ആൻസർ ചാടിക്കയറി പറയണ്ട. അത് ഇന്റർവ്യൂവിൽ അത് സ്ട്രിക്ട്ലി എന്ത് ചെയ്യുന്നുണ്ട്, അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റെഡ് ദ ഇന്റർവ്യൂ ഷുഡ് ടേക്ക് സം ടൈം ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. ആ കാൻഡിഡേറ്റ്സിന് കുറച്ച് ടൈം എടുക്കാം ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ പറയാൻ. ആൻഡ് അറ്റന്റീവ്ലി ലിസൺ ടു ദ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ആ ഫുൾ ക്വസ്റ്റ്യൻസും മനസ്സിലാക്കിയിട്ട് ആൻസർ പറയാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓൾസോ ഇഫ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഇസ് നോട്ട് നോൺ, വൺ ഷുഡ് ഓണസ്റ്റ് അബൌട്ട് ഇറ്റ്. നമ്മളിപ്പോ ആ ഒരു ക്വസ്റ്റ്യനെ കുറിച്ച് ആൻസർ അറിയില്ലെങ്കിൽ ഓണസ്റ്റ് ആയിട്ട് പറയാം, എനിക്ക് ആ ക്വസ്റ്റ്യനെ കുറിച്ച് ആൻസർ അറിയില്ല കേട്ടോ, അല്ലെങ്കിൽ ടെൻഷൻ, ചിലപ്പോൾ നമുക്ക് ടെൻഷൻ കാരണം മറന്നു പോയതായിരിക്കും, എനിക്കറിയായിരുന്നു എന്നുവെച്ചാൽ ആൻസർ അറിയില്ലെങ്കിൽ അത് അറിയില്ല എന്ന് തന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അല്ലാതെ നമ്മൾ ആലോചിച്ച് ഒരുപാട് ടൈം എടുത്ത് അവരുടെ ടൈമും നമ്മുടെ ടൈമും അങ്ങനെ എന്ത് ചെയ്യണ്ട, വേസ്റ്റ് ചെയ്യണ്ട. ഓക്കെ, ഹൈലൈറ്റ് യുവർ സക്സസ്. നമ്മള് സ്കില്ല്, നമ്മുടെ സക്സസ്ഫുൾ ടാസ്കുകൾ, നമ്മുടെ സ്കിൽസും കാര്യങ്ങളും ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. നമ്മുടെ ഈ ഒരു ജോബ് പൊസിഷന് എനിക്ക് ഇങ്ങനെ സ്കിൽസ് ഉണ്ട്, ഇതെല്ലാം കൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഹൈലൈറ്റ് ചെയ്യാം. ഇന്റർവ്യൂ
must highlight their set of successful tasks that display their success. അവർ സക്സസ് നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ സ്കിൽസും കാര്യങ്ങളും ഹൈലൈറ്റ് ചെയ്യാം. However, such a task should be related to the job post they are applying for. അവർ അപ്ലൈ ചെയ്തിരിക്കുന്ന ജോബിന് അങ്ങനെയുള്ള സ്കിൽസ് വേണം, ടാസ്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. നമ്മളൊരു അക്കൗണ്ട് പോസ്റ്റിലാണെങ്കിൽ ഞാൻ ടാലി പ്രൈം കഴിഞ്ഞ വ്യക്തിയാണ്, അല്ലെങ്കിൽ SAP വെച്ചാല് സ്കിൽ പ്രോഗ്രാംസ് കഴിഞ്ഞവരാണ്, അല്ലെങ്കിൽ ഇപ്പൊ HR മാനേജറിലും അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെയാണ് നമ്മളൊരു ജോബിന് ഇന്റർവ്യൂവിന് പോകുന്നെങ്കിൽ ഞാൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ഡിപ്ലോമ കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് PG ഉണ്ട് അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ട്, പ്ലസ് ഞാൻ ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 5 months കോഴ്സ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ നമ്മളുടെ സക്സസും കാര്യങ്ങളും അവരോട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സ്പീക്ക് വിത്ത് എന്തോസം എന്ന് വെച്ചാൽ നല്ലൊരു കോൺഫിഡൻസോട് കൂടി എന്തോസ്റ്റിക് ആയിട്ട് നമ്മൾ സംസാരിക്കാം. ഓഫ്റ്റൻ ദ HR മാനേജർ വാണ്ട് ടു അസസ് ഹൗ എന്തോസ്റ്റിക് ദ കാൻഡിഡേറ്റ്സ് ഈസ്. നമ്മൾ സക്സസ്ഫുള്ളി നമ്മളൊരു കാര്യം നല്ല രീതിയിൽ പോസിറ്റീവ്ലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മുടെ ഐഡിയാസ് ആവട്ടെ, നമ്മുടെ അഭിപ്രായങ്ങളാവട്ടെ, നമ്മളത് പോസിറ്റീവ്ലി നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. Thus, the interview must speak with enthusiasm and positivity. If a candidate sound low and dull, ഇപ്പൊ നമ്മുടെ സൗണ്ട് ലോ ആണ്, നമുക്ക് പതുക്കെയാണ് സംസാരിക്കുന്നെങ്കിൽ അത് ഗുഡ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യില്ല. നമ്മൾക്ക് ആൻസർ അറിയാം, നമ്മൾ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞാലും നമ്മളത് കോൺഫിഡന്റോട് കൂടി അത്യാവശ്യം നല്ല സൗണ്ടില് നല്ല കറക്റ്റ് ആയിട്ട് അത് പറയുമ്പോൾ ആ സൗണ്ടും നമ്മുടെ സൗണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു ആൻസർ അറിയാം, അത് പറഞ്ഞപ്പോൾ കുറച്ച് പതുക്കെയാണ് പറഞ്ഞതും അത്യാവശ്യം നല്ല രീതിയിൽ അവർക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ എന്താ പറയാ വിഷ്വലി ഹിയറബിൾ ആയിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോ നമ്മളിപ്പോ സ്ലോ ആയിട്ട് അല്ലെങ്കിൽ പതുക്കെ ലോ സൗണ്ടിലാണ് പറയുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ആൻസറിനോട് നമുക്ക് സംശയമുണ്ട്, അതുകൊണ്ടാണ് അവർ പതുക്കെ പറഞ്ഞത് എന്ന് വിചാരിക്കും. ഓഫ്റ്റൻ ദ HR മാനേജർ വാണ്ട് ടു അസസ് ഹൗ enthusiastic the candidates is. Thus, the interview must speak with the enthusiasm and positivity. നമ്മളൊരു ഇന്റർവ്യൂവിൽ നല്ല കോൺഫിഡൻസോട് കൂടി നല്ല പോസിറ്റീവ് ആയിട്ട് വേണം സംസാരിക്കാൻ. If a candidate sound low and dull, it will not make a good impression on interviewer, even if he or she has answered all the questions. അപ്പൊ നമ്മൾ പതുക്കെ സ്ലോ ആയിട്ടൊക്കെയാണ് സംസാരിച്ചിരിക്കുന്നതെങ്കിൽ അതൊരു ഗുഡ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യില്ല. അപ്പൊ നമ്മൾ ആ പറഞ്ഞ ഇന്റർവ്യൂ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്താലും നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് ഇല്ല. ഇനി ആസ്ക് ദ ക്വസ്റ്റ്യൻ അബൌട്ട് ദ പൊസിഷൻ. നമുക്ക് നമ്മളുടെ ജോബ് പൊസിഷനെ കുറിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ദ ഇന്റർവ്യൂ ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ ജോബ് പൊസിഷൻ വിത്ത് HR മാനേജർ. നമ്മൾ ഏത് ജോബിനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, ആ ജോബിന്റെ ഡ്യൂട്ടീസ് എന്തെല്ലാമാണ്, ജോബ് സ്പെസിഫിക്കേഷൻ എന്തെല്ലാമാണ്, ഇതൊക്കെ നമുക്ക് ചോദിക്കാവുന്ന അവസരം ഇന്റർവ്യൂയുടെ ടൈമിൽ തന്നെ. ദിസ് ഷോ ദ കാൻഡിഡേറ്റ്സ് ഇസ് റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ദ ജോബ്. അപ്പൊ ഇതെന്താ കാണിക്കുന്നത്, ആ ഒരു കാൻഡിഡേറ്റ്സ് ആ ജോബിനോട് റിയലി ഇൻട്രസ്റ്റഡ് ആണ് എന്നാണ് അത് സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓൾസോ ആസ്കിംഗ് ദ ക്വസ്റ്റ്യൻ അബൌട്ട് ദ പൊസിഷൻ ഹെൽപ് ദ ഇന്റർവ്യൂ ടു നോ വെദർ ഹി ഓർ ഷീ ഈസ് അപ്പിയറിംഗ് ഫോർ ദ റൈറ്റ് ജോബ് ഇന്റർവ്യൂ. നമുക്ക് ആ ഒരു ജോബിനെ കുറിച്ചിട്ടും കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു ഒരു ധാരണ കിട്ടും. നമ്മൾ വന്നിരിക്കുന്ന ഇന്റർവ്യൂ നമുക്ക് പറ്റിയ നമ്മളുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മളുടെ പാഷന് പറ്റിയ ജോബ് ആണോ എന്ന് സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ടേക്ക് നോട്ട്സ്. ഈ ഇൻഫർമേഷൻ കിട്ടുമല്ലോ ജോബിനെ കുറിച്ചിട്ട്. അപ്പൊ ആ നോട്ട്സും കാര്യങ്ങളും നമുക്ക് നമ്മുടെ നോട്ട്ബുക്ക് ഓൾറെഡി നമ്മൾ ക്യാരി ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ നോട്ട് ചെയ്യാനായിട്ട് പറ്റും. The candidates can bring note containing information about the company and the job position. ആ കമ്പനിയെ കുറിച്ചിട്ടും ജോബ് പൊസിഷനെ കുറിച്ചിട്ടും ഇന്റർവ്യൂവിൽ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഓൾസോ ദ കാൻഡിഡേറ്റ്സ് ക്യാൻ ആഡ് ഇൻഫർമേഷൻ ടു ദെയർ നോട്ട് ബൈ നോട്ടിംഗ് ഡൗൺ ന്യൂ ഐഡിയ ഡ്യൂറിംഗ് ദ ഇന്റർവ്യൂ. പുതിയ ഐഡിയാസ് കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളും നമ്മൾ ഇന്റർവ്യൂവിന്റെ സമയത്ത് നമ്മൾ നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ദിസ് വിൽ റിഫ്ലക്ട് ദ ഇന്റർവ്യൂസ് ഇൻട്രസ്റ്റ് ഇൻ ദ ജോബ്. ഇത് ആ ഒരു ഇന്റർവ്യൂ കാൻഡിഡേറ്റ്സിന്റെ ഇൻട്രസ്റ്റ് ആണ്, ജോബിന് ഇൻട്രസ്റ്റഡ് ആണ് എന്ന് മനസ്സിലാക്കും. വിൽ ഹെൽപ്സ് ഇൻ റിമെമ്പറിംഗ് ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഹി മൈറ്റ് വാണ്ട് ടു ആസ്ക് ദ ഇന്റർവ്യൂ. അപ്പൊ നമുക്ക് ഇന്റർവ്യൂവിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ആ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാവുന്നതാണ് നോട്ടൊക്കെ ചെയ്ത് വെക്കുന്ന സമയത്ത്. ഇനി ഡോൺസ് ആണ് നമ്മൾ നോക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളതാണ്. While preparing for an interview, a person should be conscious about the following point. നമ്മളൊരു ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് താഴെ പറയുന്ന പോയിന്റ്സ് നമ്മൾ ശ്രദ്ധിക്കണം. ഡ്രസ്സിംഗ് കാഷ്വലി നമ്മൾ ഡ്രസ് ചെയ്യാൻ പാടില്ല. ആൻ ഇന്റർവ്യൂർ
ഷുഡ് നോട്ട് ഡ്രസ് ഇൻ എ കാഷ്വൽ വേ. സാധാരണ കാഷ്വൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഡ്രസ് ചെയ്യാൻ പാടില്ല. ഒഫീഷ്യൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ ഡ്രസ് ചെയ്യേണ്ടത്. സച്ച് അട്രൈറ്റ്സ് റിഫ്ലക്ട് അൺസീരിയസ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ദി ജോബ് പൊസിഷൻ. നമ്മൾ കാഷ്വലി ആണ് ഡ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ജോബ് പൊസിഷൻ അൺസീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് എന്നാണ് അവര് ഫസ്റ്റ് മൈൻഡിലേക്ക് വരുന്നത്. The candidates must be dressed formally even if the company uniform is casual. അപ്പോൾ നമ്മൾ കാൻഡിഡേറ്റ്സ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഫോർമലി ആണ് ഡ്രസ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷെ നമ്മുടെ കമ്പനിയിലെ യൂണിഫോം കാഷ്വൽ ആണെങ്കിൽ പോലും നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഫോർമലി ആണ് നമ്മൾ ഡ്രസ് ചെയ്യേണ്ടത്. വയലേറ്റിംഗ് ദ ഇന്റർവ്യൂസ് പേഴ്സണൽ സ്പേസ്. നമ്മള് ഇന്റർവ്യൂ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ റൂം ഉണ്ടാവും അല്ലെ. അപ്പൊ ഇന്റർവ്യൂവറിന് ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട് അവിടെ. അതിലേക്ക് നമ്മൾ കടന്നു കയറാനായിട്ട് പാടില്ല. നമ്മൾ ആ ഒരു ടേബിളിന് ഓപ്പോസിറ്റ് നിന്നിട്ട് വേണം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിന്നിട്ട് വേണം ഇന്റർവ്യൂ കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടത്, അറ്റൻഡ് ചെയ്യേണ്ടത്. Everyone has personal space. Hindering this personal space of the interviewer can make him uncomfortable. അദ്ദേഹത്തിന് അൺകംഫർട്ടബിൾ ആവാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ ആ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് കടന്നു കയറുമ്പോൾ. Therefore, the interview must not try to hinder the personal space of the interviewer by any means. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്പേസിലേക്ക് നമ്മൾ കടന്നു കയറാനായിട്ട് പാടില്ല. ഏതൊരു സാഹചര്യത്തിലായാലും അങ്ങനെ ചെയ്യരുത്. മിസ്ട്രീറ്റിംഗ് ദ സപ്പോർട്ട് സ്റ്റാഫ്. നമ്മൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ സപ്പോർട്ട് സ്റ്റാഫുകൾ ഉണ്ടാവും. മേ ബി സെക്യൂരിറ്റിയോ റിസപ്ഷനിസ്റ്റോ അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടാവും. അവരെ ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്, മിസ്ട്രീറ്റ് ചെയ്യാൻ പാടില്ല. മിസ്ട്രീറ്റിംഗ് ദ സപ്പോർട്ട് എംപ്ലോയി ഓർ ലോവർ ലെവൽ സ്റ്റാഫ് മെമ്പേഴ്സ് റിഫ്ലക്ട് ആൻ ഇൻഹ്യൂമൻ ആൻഡ് ഡിസ്റെസ്പെക്ടബിൾ നേച്ചർ. എന്ന് വെച്ചാൽ നമ്മളുടെ സപ്പോർട്ടീവ് സ്റ്റാഫ്സിനെയോ മറ്റ് സ്റ്റാഫുകളെ എന്ത് ചെയ്യരുത്, റെസ്പെക്ട് ചെയ്യരുത്, ഡിസ്റെസ്പെക്ട് ചെയ്യാനായിട്ട് ഒരു കാരണവശാലും പാടില്ല. അതേപോലെ ഇൻഹ്യൂമൻ നേച്ചർ നമ്മൾ പ്രകടിപ്പിക്കാൻ പാടില്ല. നല്ല രീതിയിൽ നമ്മൾ അവരെയും കെയർഫുൾ ആയിട്ട് ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നല്ലേ, നമ്മൾ അവരെയും റെസ്പെക്ട് ചെയ്യുക. അതിലൂടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി റെസ്പെക്ട് കിട്ടും. ദ കാൻഡിഡേറ്റ്സ് ദസ് ഷുഡ് നോട്ട് ട്രീറ്റ് എനി person and must pay respect to everyone in the office. നമ്മൾ ആരെയും മിസ്ട്രീറ്റ് ചെയ്യാൻ പാടില്ല. ഓഫീസിലുള്ള എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുക. സ്റ്റാൻഡിങ് ഔട്ട് ഫോർ റോങ് റീസൺ. ഒരു കോള് വന്നു, ഒരു മെസ്സേജ് വന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യരുത്, ഇറങ്ങി പോവാനായിട്ട് പാടില്ല. അതൊരു ബാഡ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ അൺസീരിയസ് ആണ്, ജോബിനെ കുറിച്ചിട്ട് അൺസീരിയസ്, നമ്മൾ പെട്ടെന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്. സ്റ്റാൻഡിങ് ഔട്ട് ഫോർ ദ റോങ് റീസൺ. ദ കാൻഡിഡേറ്റ് ഷുഡ് അപ്പിയർ ആൻഡ് സ്പീക്ക് ഇൻ എ നോർമൽ മാനർ. നമ്മളൊരു നോർമൽ ആയിട്ടുള്ള രീതിയിൽ വേണം സംസാരിക്കാനായിട്ട്. He and she should not stand out due to illogical or wrong reason. ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പാടില്ല. അതേപോലെ ഫോൺ സൈലന്റ് മോഡോ എയറോപ്ലെയിൻ മോഡിലോ ഇടുന്നത് നല്ലതായിരിക്കും. വിയറിംഗ് ഹെവി മേക്കപ്പ്, ഒരുപാട് ഹെവി ആയിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളും വിയർ ചെയ്യുന്നത് നല്ലതല്ല. ഒരുപാട് വലിയ ജ്വല്ലറീസും കാര്യങ്ങളും നമ്മൾ ധരിക്കുന്നത് നല്ലതല്ല. നൈലോൺ കളേഴ്സ് ധരിക്കുന്നത് നല്ലതല്ല. അതേപോലെ നൈലോൺ ക്ലോത്ത് കാര്യങ്ങൾ ധരിക്കുന്നത് നല്ലതല്ല. നമ്മൾ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫോർമൽ ക്യാഷിനേക്കാളും ഫോർമൽ ആയിട്ടുള്ള ഡ്രസ്സ് ആയിരിക്കും നല്ലത്. ഹാർഡ് സ്മെല്ലിംഗ് പെർഫ്യൂംസ്, ഒരുപാട് ഹാർഡ് ആയിട്ടുള്ള നമ്മൾ പറയില്ലേ തലയ്ക്ക് മത്ത് അടയ്ക്കുന്ന രീതിയിലുള്ള പെർഫ്യൂംസ് കാര്യങ്ങളും അത് യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുക. ക്യാൻ ഗീവ് റീസൺ ടു HR മാനേജർ ഫോർ നോട്ട് സെലക്ടിങ് ദ ഇന്റർവ്യൂ. എന്തുകൊണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്യാനത് എന്നത് നമുക്ക് കാൻഡിഡേറ്റ് HR മാനേജറിനോട് ചോദിക്കാനായിട്ട് പറ്റും. ഗെറ്റിംഗ് പേഴ്സണൽ. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഒത്തിരി പേഴ്സണലി ആ ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യുന്നത് നല്ലതല്ല. അപ്പോൾ ആസ്കിംഗ് ദ ക്വസ്റ്റ്യൻ, ദ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ആൻസർ ഇൻ ജനറൽ മാനർ വിത്തൗട്ട് ഗെറ്റിംഗ് ടു പേഴ്സണൽ അബൌട്ട് ഇറ്റ്. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനെ കുറിച്ച് ഒരുപാട് പേഴ്സണലി നമ്മളൊരു കാര്യം പറയുമ്പോൾ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസും കൂടി ഇന്റർവ്യൂവിന്റെ സമയത്ത് നമ്മൾ അങ്ങനെ പറയുന്ന കാര്യമാണ്. എന്റെ പേഴ്സണലി എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇന്റർവ്യൂവിന്റെ സമയത്ത് നമ്മളത് കോട്ട് ചെയ്ത് പറയണ്ട. ഓൾസോ he and she should not share large amount of personal information with the interviewer. ഇപ്പൊ ഇന്റർവ്യൂവിന്റെ സമയത്ത് നമ്മൾ ഒരുപാട് പേഴ്സണൽ ഇൻഫർമേഷൻസും കാര്യങ്ങളും ഇന്റർവ്യൂവറിനോട് ഷെയർ ചെയ്യണ്ട. Fridge getting has a potential to snatch the chance of being selected. നമ്മുടെ നെർവസ്നെസ്, നമ്മുടെ വെറീസ്, ആൻസൈറ്റീസ് കാര്യം ചിലപ്പോൾ നമ്മൾ റിജക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ സംഭവങ്ങളൊക്കെ കോമൺ ആണ് ഇന്റർവ്യൂവിന്റെ സമയത്ത്. ബട്ട്
ഫിഗറ്റിംഗ് ക്യാൻ ക്രിയേറ്റ് മോർ പ്രോബ്ലംസ്. പെട്ടെന്ന് നമ്മൾ എന്തുകൊണ്ടാണ് എന്നെ സെലക്ട് ചെയ്യാത്തത്, കലഹിക്കുക എന്ന് പറയില്ലേ. ചില ആൾക്കാര് പെട്ടെന്ന് ദേഷ്യം വരും. നമ്മളിപ്പോ സെലക്ടഡ് അല്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എന്നെ സെലക്ട് ചെയ്തില്ല, അങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക കടന്നു കയറി അല്ലെങ്കിൽ ഇങ്ങനെ ചാടി ചൂടാവുകയൊക്കെ ചെയ്യും. അപ്പൊ അത് മാക്സിമം ഒഴിവാക്കുക. അപ്പൊ ഒരു ഇന്റർവ്യൂവിന് നമ്മൾ സെലക്ട് അല്ലെങ്കിൽ ഓക്കെ നമ്മൾ സെലക്ട് അല്ല, നമ്മളത് അവിടെ വെച്ച് എന്ത് ചെയ്യാം, വിട്ടളഞ്ഞേക്കാം. പ്രിജറ്റിംഗ് ക്യാൻ ക്രിയേറ്റ് മോർ പ്രോബ്ലംസ്, ഇത് കൂടുതൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുള്ളൂ. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് 26% of interviewers do not select the candidate who ഫിഗറ്റ് എന്ന് വെച്ചാല് കലക്കുന്ന തട്ടിക്കയറുന്ന ആൾക്കാരെ എന്ത് ചെയ്യില്ല, നമ്മൾ ഇന്റർവ്യൂവിന് സെലക്ട് ചെയ്യില്ല. കാരണം പിന്നീട് അദ്ദേഹം ഇങ്ങനൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം നമ്മളോട് ഇതേ രീതിയിൽ പെരുമാറും എന്നുള്ള രീതി കൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്യില്ല. ലൈയിങ്, നമ്മൾ ഈ കള്ളം പറയാനായിട്ട് പാടില്ല. ഇന്റർവ്യൂവിന്റെ സമയത്ത് കള്ളം പറയരുത്. The candidates must never lie in an interview. ഒരു ഇന്റർവ്യൂവിൽ ഒരു കാരണവശാലും നമ്മൾ കള്ളം പറയാൻ പാടില്ല. Many people think that giving false information about the job history or educational background is an excellent way to impress the HR manager. അപ്പോൾ നമ്മൾ എന്താ പറയാ ഫോൾസ് ഇൻഫർമേഷൻസ് കൊടുക്കുക, ജോബ് ഹിസ്റ്ററിനെ കുറിച്ചിട്ടോ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഫോൾസ് ആയിട്ടുള്ള ഒരു ഇംപ്രഷൻ കൊടുക്കുകയാണെങ്കിൽ അത് HR മാനേജറിൽ ഗുഡ് ഇംപ്രഷനേക്കാളും കൂടുതൽ ബാഡ് ഇംപ്രഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവർക്ക് റെഫറൻസ് ചെക്കിലൂടെയൊക്കെ നമ്മുടെ ഇൻഫർമേഷനും കാര്യങ്ങളും ക്രോസ് ചെക്ക് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. However, such false information can get the candidates into big problem as the HR manager have all required information with them, which can they verify at any point of time. അപ്പോ ഏതൊരു സമയത്തും HR മാനേജർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരുടെ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യരുത്, കള്ളം പറയാനായിട്ട് പാടില്ല. ഇന്റർവ്യൂവിൽ ഒരിക്കലും ആരും കള്ളം പറയരുത്. ഈവൻ ഇഫ് ദ കാൻഡിഡേറ്റ്സ് ആർ ചൂസൺ ബേസ്ഡ് ഓൺ സച്ച് ലൈ, ഇപ്പൊ നമ്മൾ ആ ഒരു കള്ളത്തിന്റെ പുറത്താണ്, ഒരു ലൈയുടെ ബേസിലാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇറ്റ് ക്യാൻ ഡിസ്ട്രോയ് ദ റെപ്യൂട്ടേഷൻ ആൻഡ് ജോബ് ഓപ്പർച്യൂണിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഇൻ ദ ഫ്യൂച്ചർ. അപ്പൊ പിന്നീടായാലും ആ ഒരു റെപ്യൂട്ടേഷൻ, നമ്മുടെ റെപ്യൂട്ടേഷൻ നഷ്ടപ്പെട്ടു പോകും. പിന്നീട് നമുക്ക് അങ്ങനെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. കള്ളം പറഞ്ഞ് ജോബ് നേടിയ ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. ബാഡ് മൗത്തിങ് എ ഫോർമർ എംപ്ലോയി, ഒരു കാരണവശാലും നമ്മുടെ പ്രീവിയസ് എംപ്ലോയറിനെ കുറിച്ചിട്ട് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്റർവ്യൂവിന്റെ സമയത്ത് പറയാൻ പാടില്ല. ഈവൻ ഇഫ് എത്ര ദേഷ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് ബാഡ് ആയിട്ടൊന്നും പറയരുത്. The interview should not say negative things or share grievances relating to his or her previous employer. നമ്മുടെ മുമ്പത്തെ എംപ്ലോയറിനെ കുറിച്ചിട്ട് നമ്മൾ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയരുത്. ഇറ്റ് ക്രിയേറ്റ് എ നെഗറ്റീവ് ഇംപ്രഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ഇന്റർവ്യൂവർ. ഇതൊരു നെഗറ്റീവ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ കാരണമാകും. ഇൻസ്റ്റഡ് ദ കാൻഡിഡേറ്റ് ഷുഡ് റിപ്ലൈ ഇൻ കാം ആൻഡ് പോസിറ്റീവ് മാനർ ഇഫ് ആസ്ക്ഡ് അബൌട്ട് ദ പാസ്റ്റ് എംപ്ലോയർ. പാസ്റ്റ് എംപ്ലോയറിനെ കുറിച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ കാം ആയിട്ടൊരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അവരെ കുറിച്ച് ആൻസർ ചെയ്യാൻ, നല്ലൊരു വ്യക്തിയായിരുന്നു, പിന്നെ ഞങ്ങൾക്ക് എനിക്ക് കൂടുതൽ കുറച്ചുകൂടി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ജോബും സ്കിൽഡ് ആയിട്ടുള്ള ജോബും ചെയ്യാൻ താല്പര്യമുള്ളതുകൊണ്ടാണ് ജോബ് ചേഞ്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. മേ ബി അദ്ദേഹം നമ്മൾ നല്ല രീതിയിലായിരിക്കില്ല ട്രീറ്റ് ചെയ്ത്, എന്നാലും അദ്ദേഹത്തെ കുറിച്ച് നമ്മളൊന്നും മോശമായിട്ട് പറയരുത്. ആഡിങ് ഫില്ലർ ഫേസസ്. Most of the candidates use filler phrases like while they think of an answer. ആൻസർ ചോദിക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തിങ്ക് ചെയ്യില്ലേ, അത് വേണ്ട. This should simply to be avoided as create a reflection that the candidate does not know the answer or trying to make out one. നമുക്ക് ആ ക്വസ്റ്റിനെ കുറിച്ച് ആൻസർ അറിയില്ല, നമ്മളൊരു ആൻസർ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളൊരു ഇത് വരും. അങ്ങനെ എന്നൊക്കെ പറഞ്ഞു വരുമ്പോ അതെന്താണ്, നമുക്ക് ആൻസർ അറിയാമെങ്കിൽ നമ്മളത് ഓൺ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ലിവിങ് ദ ഫോൺ ഓഫ് ആണ്, ഓൺ എന്നാണ് ഇവിടെ കിടക്കുന്നത്. ഓ FF ആക്കോ നിങ്ങള്, ഓഫ് ആക്കാൻ പറ്റുമോ? FF എന്നാക്കണ്ട, ഓഫ് എന്നാക്കി വെച്ചാല് നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ അത്രയും സൈലന്റ് ആയിരിക്കുമല്ലോ ഇന്റർവ്യൂ ഹാളിൽ ചെന്ന് കയറിയിട്ട് നമ്മുടെ ഫോണൊന്ന് ബെല്ലടിച്ചെന്ന് ആലോചിച്ചൊക്കെ ഇവിടെ ആയിരിക്കും. കാരണം ഒരു കാരണവശാലും ഫോൺ എന്താക്കാൻ പാടില്ല, ഒന്നുമില്ലെങ്കിൽ സൈലന്റ് ആക്കിയിടാം, അല്ലെങ്കിൽ എയറോപ്ലെയിൻ മോഡിലിടാം, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്തോ. സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇന്റർവ്യൂവിന് കയറിയാൽ മതി.
Don't, do not, എവിടെ ഡോൺസ്, ആ ഡോൺസാ ഞാൻ പറഞ്ഞോണ്ട്. അല്ല മിസ്സേ, അപ്പം ഈ ലീവിങ് ദ ഫോൺ ഓൺ തന്നെയല്ലേ വരേണ്ടത്? ബാക്കി എല്ലാത്തിലും അങ്ങനെ തന്നെയല്ലേ, പോസിറ്റീവ് ആയിട്ടല്ലേ കിടക്കുന്നത്? ഡ്രസ്സിങ് കാഷ്വലി അങ്ങനെയൊക്കെ തന്നെയല്ലേ? ഡോൺ ഡ്രസ്സിങ് കാഷ്വലി എന്നല്ലല്ലോ. ഞാനിവിടെ ഇത് മാത്രം റീഡ് ചെയ്തപ്പോ അങ്ങനെയാണ്. ഡോണ്ട് ലിവിങ് ദ ഫോൺ ഓൺ, ഓൺ ആക്കാനായിട്ട് പാടില്ല. ഓക്കെ, ഞാൻ അത് വിട്ടുപോയിടാം. ഡോൺസ് പറഞ്ഞിട്ടാണല്ലോ പറയുന്നത്, ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളുടെ ഫോണ് ഓൺ ആക്കാനായിട്ട്, ഓൺ ചെയ്തിടാനായിട്ട് പാടില്ല. കാരണം ആലോചിച്ച് നോക്കി, ആ ഒരു ഇന്റർവ്യൂ ഹോൾ എന്ന് പറയുമ്പോൾ അത്രയും സൈലന്റ് ആയിരിക്കും, രണ്ടുപേര് മാത്രമേ ഉള്ളൂ വെച്ചായിരിക്കും. പെട്ടെന്ന് നമ്മുടെ ഫോൺ ബെല്ലടിച്ചു, തീർന്നോ? അവിടെ വെച്ച് ആ ഒരു കോള് നമ്മുടെ ഒരു ഇന്റർവ്യൂവിന് വളരെ, കോളിന്റെ റിങ് വളരെയധികം മോശമായിട്ട് എന്ത് ചെയ്യും, അഫക്ട് ചെയ്യും. അപ്പോ ഫോൺ റിംഗിങ് in the interview room or receiving a call during the interview is the worst case scenario for an interview. ഒരു ഇന്റർവ്യൂവിനെ സംബന്ധിച്ച് നമ്മൾ ഇന്റർവ്യൂവിന്റെ ടൈമിലോ ആ സമയത്ത് ഒരു കോള് വരാന്ന് വെച്ചാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ നോട്ട് സീരിയസ് അബൌട്ട് ദ ജോബ്, നമ്മൾ ആ ഫോണിൽ കൂടുതലായിട്ട് ഇതായിരുന്നു എന്ന് വിചാരിക്കുള്ളൂ. ഇറ്റ് ഇസ് ദ ലാസ്റ്റ് തിങ് ദാറ്റ് HR മാനേജർ വാണ്ട് ടു സീ ഇൻ ദ കാൻഡിഡേറ്റ്സ്. ദ കാൻഡിഡേറ്റ് ഷുഡ് നെവർ ലീവ് their phone in ringing or vibrating mode during an interview. നമ്മളൊരു കാരണവശാലും റിംഗിങ് മോഡോ വൈബ്രേറ്റിംഗ് മോഡിലോ ഫോൺ ഇടാനായിട്ട് പാടില്ല. നമ്മളിപ്പോ സൈലന്റ് ആക്കിയാലും മേ ബി വല്ല അലാറോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അലാറം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളൊരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഫോൺ ഓൺ ആക്കണ്ട, ഓഫ് ചെയ്തിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ട് കാഷ്വലി ഡ്രസ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ഫോർമൽ ആയിട്ട് തന്നെ ഡ്രസ് ചെയ്യണം. നമ്മളുടെ ഇന്റർവ്യൂവിന്റെ പേഴ്സണൽ സ്പേസിലേക്ക് എൻ്റർ ചെയ്യാത്ത രീതിയിൽ അവിടെയുള്ള സപ്പോർട്ടീവ് സ്റ്റാഫിനെ മിസ്ട്രീറ്റ് ചെയ്യരുത്. ഒരു കാരണവശാലും ഇന്റർവ്യൂ ഹാളിൽ നിന്ന് അൺറീസണബിളി നമ്മൾ ഇറങ്ങി പോകാനായിട്ട് പാടില്ല. ഒത്തിരി പേഴ്സണലി നമ്മൾ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യനുകള്, തർക്കങ്ങള്, കലഹങ്ങള് അത് കുറയ്ക്കാൻ നോക്കുക. കള്ളം പറയരുത്. നമ്മുടെ ഫോർമർ എംപ്ലോയിനെ കുറിച്ചിട്ട് മോശമായിട്ടൊരു കാര്യവും പറയാൻ പാടില്ല. ആഡിങ് ഫിംഗർ ഫേസ്, ഓ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മളത് ആഡ് ചെയ്യേണ്ടത്. നമ്മൾ എന്തോ കാര്യം നമുക്ക് അറിയാത്തത് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് പോലെയാണ് അത് ഇന്റർവ്യൂവർക്ക് ഫീൽ ചെയ്യുന്നത്. ഫോണ് ഓഫ്, ഓൺ ആയിട്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റർവ്യൂ കയറുന്നത് എപ്പോഴും മൊബൈൽ ഫോൺ ഓഫ് ആയിരിക്കണം. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ ഡൂസും ഡോൺസും. റീഡ് ചെയ്യോ? റീഡ് ചെയ്യട്ടാ.
റീഡ് ചെയ്ത് നോക്കിയോ? റീഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് പറയണം കേട്ടോ. കംപ്ലീറ്റ് ആയി ബാക്കിയുള്ളവരുടെയും കംപ്ലീറ്റ് ആയോ? ഇനി നമ്മൾ നോക്കുന്നത് മെറിറ്റ്സ് ഓഫ് ദ ഇന്റർവ്യൂ ആണ്. മെറിറ്റ്സ് പറയുമ്പോൾ എംപ്ലോയറുടെ മെറിറ്റ്സും അതേപോലെ തന്നെ ജോബ് സീക്കറിന് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന് കിട്ടുന്ന മെറിറ്റ്സിനെ കുറിച്ചിട്ടുമാണ് നമ്മളിവിടെ പറയുന്നത്. ഇന്റർവ്യൂ ഈസ് അഡ്വാൻറ്റേജ് ഫോർ ബോത്ത്. രണ്ടുപേർക്കും അഡ്വാൻറ്റേജ് ഉണ്ട്, ദ എംപ്ലോയർ ആൻഡ് ജോബ് സീക്കർ. കാൻഡിഡേറ്റ്സിനും ഇത് ഫോളോയിങ് വേസ്, താഴെ പറയുന്ന രീതിയിലാണ് ഇവർക്ക് രണ്ടുപേർക്കുള്ള അഡ്വാൻറ്റേജ് നമ്മൾ നോക്കുന്നു. എംപ്ലോയർ, ദ അഡ്വാൻറ്റേജ് ഓഫ് ഇന്റർവ്യൂ ഫോർ എംപ്ലോയർ ആർ ആസ് ഫോളോസ്. താഴെ പറയുന്ന അഡ്വാൻറ്റേജ് എന്നുള്ളത് പ്രൊവൈഡിങ് ഇൻഫർമേഷൻ അബൌട്ട് ജോബ് സീക്കിംഗ് കാൻഡിഡേറ്റ്സ്. നമുക്ക് ജോബ് അന്വേഷിക്കുന്ന കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ ഐഡിയാസ് ഇൻഫർമേഷൻസ് കിട്ടും. An interview helps an employer in gathering complete information about the candidates looking for the job. ആരെല്ലാമാണ് ഈ ഒരു ജോബ് അന്വേഷിക്കുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ കിട്ടും. An interview obtained information about an individual pertaining to his cultural and educational background. അപ്പൊ നമുക്ക് ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, വർക്ക് എക്സ്പീരിയൻസ്, ഇന്റലിജൻസ്, കോഷ്യന്റ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, പേഴ്സണാലിറ്റി ടൈപ്പ്, ഇൻട്രസ്റ്റ്, സോഷ്യൽ ബിഹേവിയർ, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അക്യൂർ ചെയ്യാനായിട്ട് പറ്റും. ഹെൽപ്സ് ടു സെലക്ട് എ റൈറ്റ് കാൻഡിഡേറ്റ്സ്. ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്ന ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ആണല്ലേ. കാൻഡിഡേറ്റ്സും ഇന്റർവ്യൂവറും തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. സോ ഇന്റർവ്യൂവർക്ക് കറക്റ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും. ഏത് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യണം, ഏത് വ്യക്തിനെ റിജക്ട് ചെയ്യണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഹെൽപ്സ് ടു സെലക്ട് എ റൈറ്റ് കാൻഡിഡേറ്റ്സ്. റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ആൻഡ് ഇന്റർവ്യൂ ഫെസിലിറ്റേറ്റ് ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ഓഫ് ആൻ ഇന്റർവ്യൂവർ with the candidates. So face-to-face conversation ആണ്. Thus an interviewer can make an accurate decision about the selection or rejection of the candidates. നമ്മൾ ആരെ സെലക്ട് ചെയ്യണം, ആരെ റിജക്ട് ചെയ്യണം എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. A personal interview is the best opinion to used by an interviewer while selecting the right person for the right job. അപ്പോൾ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഏത് പേഴ്സണെ സെലക്ട് ചെയ്യണം, ആരാ റൈറ്റ് ആയിട്ടുള്ള പേഴ്സണെ റൈറ്റ് ആയിട്ടുള്ള ജോബിലേക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇത് പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇംപ്രൂവ് ദ ഗുഡ് വിൽ ഓഫ് ദ എംപ്ലോയർ. നമ്മൾ ഇന്റർവ്യൂവിന്റെ സമയത്ത് നമുക്ക് ഒരു പബ്ലിക് റിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് മാത്രമല്ല, നമ്മളിപ്പോ റിജക്ട് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് നമ്മൾ നല്ല റെസ്പെക്റ്റോട് കൂടി ഡിഗ്നിറ്റിയോട് കൂടി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ നമ്മളെ കുറിച്ചൊരു ബെസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും. ഇംപ്രൂവ് ഗുഡ് വിൽ ഓഫ് ദ എംപ്ലോയർ. ആൻ ഇന്റർവ്യൂ ആക്ട് ആസ് ആൻ പബ്ലിക് റിലേഷൻ ടൂൾ. An interview must be administered properly in cognitive environment. The candidates called for an interview should be deal with dignity and respect. നമ്മളൊരു കാൻഡിഡേറ്റ്സിന് ഇന്റർവ്യൂവിന് വിളിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ നല്ല റെസ്പെക്റ്റോട് കൂടി ഡിഗ്നിറ്റിയോട് കൂടി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഡീൽ ചെയ്യാനായിട്ട്. There should be an effort. There should be an effort towards making the candidate feel happy about the employer. നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഇന്റർവ്യൂല് ഹാപ്പി ആണോ, ഇപ്പൊ നമ്മൾ റിജക്ട് ചെയ്തോ അല്ലെങ്കിൽ സെലക്ട് ചെയ്തോ അത് വിട്, നമ്മൾ ആ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് നമ്മളെ ഹാപ്പിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നല്ല റെസ്പെക്റ്റോട് ട്രീറ്റ് ചെയ്യണം, നമുക്കൊരു നല്ല ഇമേജ്, നല്ലൊരു ഗുഡ് വില്ല് ക്രിയേറ്റ് ചെയ്യും അല്ലെ. Irrepresentative of being selected or rejected. This will enhance the employer image. ഇപ്പൊ എംപ്ലോയറിന്റെ ഇമേജ് കൂട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. Thus a good interview session always adds to goodwill of the employer. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയറിന്റെ ഗുഡ്വിൽ കൂട്ടാനായിട്ട് നല്ലൊരു ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യും. Helps in promotion and transfer. An interview helps an employer in assessing his staff for the purpose of promotion, transfer, etc. നമ്മൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാഫിനെ പ്രൊമോട്ട് ചെയ്യണോ ട്രാൻസ്ഫർ ചെയ്യണോ എന്നൊക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും,
അസസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ജോബ് സീക്കറിന് എന്തെല്ലാം അഡ്വാൻറ്റേജസ് ആണ് ഒരു ഇന്റർവ്യൂവിൽ നിന്ന് കിട്ടുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അഡ്വാൻറ്റേജ് ഓഫ് ഇന്റർവ്യൂ ഫോർ എ ജോബ് സീക്കർ ആർ ആസ് ഫോളോസ്. പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ജോബിനെ കുറിച്ചിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. An interview helps the job seeker by providing an opportunity for employment. Employment ഒരു opportunity കിട്ടും. It aids candidates in presenting and conveying his vision, beliefs and thoughts to the employer. നമുക്ക് നമ്മളുടെ എന്താണ് വിഷൻ, നമ്മുടെ ബിലീഫ്സ്, തോട്ട്സും കാര്യങ്ങളൊക്കെ എംപ്ലോയറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഹെൽപ്സ് ദ കാൻഡിഡേറ്റ് ടു ആക്സെപ്റ്റ് ഓർ റിജക്ട് ദ ജോബ്. നമ്മളുടെ ആ ഒരു ജോബ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റും. 1 minute. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, നമുക്ക് ആ ഒരു ജോബ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. നമുക്ക് ആ ഒരു നമ്മൾ ഇന്റർവ്യൂവിന്റെ സമയത്ത് നമ്മൾ ആ ജോബിനെ കുറിച്ചിട്ടും കാര്യങ്ങളും ഡീറ്റെയിൽസ് നമ്മൾ സംസാരിക്കുമല്ലോ എംപ്ലോയറിന്റെ അടുത്ത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ആ ഒരു ജോബ് നമ്മളുടെ ടേസ്റ്റിന് പറ്റിയൊരു ജോബാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Helps the candidates to accept or reject the job. An interview helps the candidates by providing information pertaining to the job and the employer. ഒരു എംപ്ലോയറിനെ കുറിച്ചിട്ടും ആ ജോബിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഇന്റർവ്യൂവിന്റെ സമയത്ത് നമുക്ക് അക്വയർ ചെയ്യും. എ കാൻഡിഡേറ്റ് ഈസ് ദസ് അവെയർ ഓഫ് ദ കോമ്പൻസേഷൻ. നമ്മൾ സാലറി, ബേസിക് പേ ആൻഡ് അലവൻസിനെ കുറിച്ച്, പെർക്വിസിറ്റ്സ് നിങ്ങൾ പഠിക്കും ഡീറ്റെയിൽഡ് ആയിട്ട്, അലവൻസ്, വർക്കിംഗ് കണ്ടീഷൻ, ജോബ് സെക്യൂരിറ്റി ആൻഡ് സ്റ്റാൻഡ്സ് ഓഫ് പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ ആൻഡ് അതർ എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് ഇഫ് എനി. അപ്പൊ ഒരു കാൻഡിഡേറ്റ്സിന്റെ ഈ ഇൻഫർമേഷൻസ് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഇന്റർവ്യൂ പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു കാൻഡിഡേറ്റ്സ് ടു ക്ലിയർ ഓൾ his or her doubts about the job. ഒരു ഇന്റർവ്യൂയിലൂടെ നമുക്ക് ഒരു ഇന്റർവ്യൂ കാൻഡിഡേറ്റ്സിനുള്ള എല്ലാ സംശയങ്ങളും നമുക്ക് ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റും. This also helps him in taking sensible decision. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ നമ്മളത് ഹെൽപ്പ് ചെയ്യും. ഫോർ ഹിസ് കരിയർ റിഗാർഡിംഗ് അക്സെപ്റ്റിംഗ് ഓർ റിജക്ടിങ് ദ ജോബ്. നമ്മൾ ആ ജോബ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ, നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്ന ജോബ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, തീരുമാനം എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. ഒരു ജോബ് സീക്കറിനെ സംബന്ധിച്ച് പെർഫെക്റ്റ് ആയിട്ടൊരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഹെൽപ്സ് ദ കാൻഡിഡേറ്റ്സ് ടു അക്സെപ്റ്റ് ഓർ റിജക്ട് ദ ജോബ്. ആ ജോബ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ നമുക്ക് തീരുമാനിക്കും. ഹെൽപ്സ് ദ ജോബ് സീക്കേഴ്സ് ടു ഇൻക്രീസ് ദ കോൺടാക്ട്. നമുക്ക് ജോബ് സീക്കറിന് കുറച്ചും കൂടി കോൺടാക്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ഇന്റർവ്യൂവിൽ ഒരുമിച്ച് വരുമ്പോൾ അവർ ഒരുപാട് കാൻഡിഡേറ്റ്സ് നമ്മൾ പരിചയപ്പെടുവരെ. അപ്പൊ ആ സമയത്ത് നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യാം. ഇനി ഭാവിയിൽ വരുന്ന ഇന്റർവ്യൂസിനെ കുറിച്ചിട്ട് ഇൻഫർമേഷൻ അവർ നമുക്ക് പാസ് ഒക്കെ ചെയ്യും. നല്ലൊരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. An interview gives an opportunity to the candidates to build contracts with the interviewer and other candidates as well. നമുക്ക് ഇന്റർവ്യൂവർക്ക് നല്ലൊരു കോൺടാക്ട് ബിൽഡ് ചെയ്യാനായിട്ട്, ഈ കോൺട്രാക്ട് ഇവരായിട്ട് മറ്റുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും. സോ ഇൻ ദ കേസ് ഓഫ് കാൻഡിഡേറ്റ്സ് റിജക്റ്റഡ് in his very first effort of job hunt, നമ്മൾ ജോബ് സെർച്ച് ചെയ്ത സമയത്ത് നമ്മൾ റിജക്ട് ചെയ്തു. Then these contact perhaps can help him to succeeding efforts. പിന്നീട് നമുക്ക് ജോബ് സെർച്ച് ചെയ്യുമ്പോൾ ഈ കോൺടാക്റ്റിലൂടെയൊക്കെ നമുക്ക് ജോബ് സെർച്ച് ചെയ്യാനും അവരിലൂടെ നമുക്ക് ജോബിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒന്ന് അഡ്വാൻറ്റേജ് ഒന്ന് വായിച്ചേ. എംപ്ലോയർക്ക് എന്തെല്ലാം അഡ്വാൻറ്റേജസ് ആണ്, എംപ്ലോയിക്ക് എന്തെല്ലാം അഡ്വാൻറ്റേജസ് ആണ് ഉള്ളതെന്ന് നോക്കി.
നോക്കുക കേട്ടോ. അഡ്വാൻറ്റേജ് വായിച്ചു നോക്കിയോ? ഇനി ഇന്റർവ്യൂവില് അത്യാവശ്യം അഡ്വാൻറ്റേജ് പറഞ്ഞ പോലെ തന്നെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. The biggest disadvantage of an interview is that it's an expensive in terms of time and efforts. മണിയും സമയവും കൂടുതൽ ആവശ്യമുള്ള ഒരു പ്രോസസ്സാണ് എന്ത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. സോ വൺ ഓഫ് ദ ബിഗസ്റ്റ് എന്താണ് ഡിസഡ്വാൻറ്റേജ് ആണ്, എക്സ്പെൻസീവ് ആണ്. സബ്ജക്റ്റീവ്. Sometimes there are chance of personal biases in case of personal interview. Personal biases വരാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അയാൾ ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന് ഞാൻ റിജക്ട് ചെയ്യും. This problem also may take place if the investigators are doing partiality and are trying to leak the possible answer to the candidates. അപ്പോൾ ചിലപ്പോൾ ചില കാൻഡിഡേറ്റ്സിനോട് പാർഷ്വാലിറ്റിയും കാര്യങ്ങളൊക്കെ കാണിക്കും. ഇപ്പൊ എന്റെ ഫേവറബിൾ ആയിട്ടുള്ള ആളോട് ഞാൻ ഇന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കാൻ പോകുന്നത്, ഇന്ന രീതിയിൽ ആൻസർ ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെ പാർഷ്വാലിറ്റിയും കാര്യങ്ങളും കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ സബ്ജക്റ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സബ്ജക്റ്റീവ് ബയാസ് ആൻഡ് പേഴ്സണൽ ത്രെറ്റ്സ് എന്നുവെച്ചാൽ പേഴ്സണലി ബയാസ് വരാനുള്ള ചാൻസ് കൂടുതലും ഇന്റർവ്യൂവിലുണ്ട്. Another disadvantage is that sometimes an interview get affected negatively by the manner in which the questions are asked by the interviewer. ഇപ്പോൾ നമ്മൾ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കാരണമാവും നമ്മൾ അത് ചോദിക്കുന്ന രീതി അല്ലെങ്കിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ രീതിയിൽ നമുക്കത് മനസ്സിലാക്കാത്ത രീതിയിൽ അവർക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലാവാത്ത രീതിയിൽ നമുക്ക് അവരോട് ഇൻഡയറക്റ്റ് ഒക്കെ ആയിട്ട് ചോദിക്കും. നമുക്ക് ആ ഒരു കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ his way of interaction, false recording, the same time by the respondents for wrong perception, defective memory, lack of expression, etc. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അവരെന്ത് ചെയ്യും, റിജക്ട് ചെയ്യും. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. കാരണം അവരോട് ചോദിക്കുന്ന ചോദ്യം കറക്റ്റ് ആയിട്ട് ചോദിക്കുന്നില്ല, ചോദിച്ച അവർ കറക്റ്റ് ആൻസർ പറഞ്ഞാൽ നമ്മളത് ഫോൾസ് ആയിട്ട് റെക്കോർഡ് ഒക്കെ ചെയ്യുമ്പോൾ ബാഡ് ആയിട്ട് അതിനെ അഫക്ട് ചെയ്യും. ഡിഫിക്കൽട്ടി ഇൻ അനാലിസിസ്. The result of an interview are very difficult to analyze. നമുക്കൊരു ഇന്റർവ്യൂവിന്റെ റിസൾട്ട് അനലൈസ് ചെയ്യാന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫിക്കൽട്ട് ആണ്. ബിക്കോസ് ഓഫ് സബ്ജക്റ്റീവ് നേച്ചർ ഓഫ് ദ ഇൻഫർമേഷൻ ആസ് വെൽ ആസ് ഡിസ്പ്രോഷൻ ഈസ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ഒരാൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്, പക്ഷെ അദ്ദേഹം എന്താ പറയാ ചെയ്യുന്ന വ്യക്തിയും മറ്റു പറഞ്ഞ ആൻസർ കറക്റ്റ് അല്ല, പക്ഷെ അദ്ദേഹം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു വ്യക്തി ആൻസർ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഭയങ്കര സ്ലോ ആയിട്ട് പറയുകയാണ് പറഞ്ഞത്, നമുക്ക് കറക്റ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. നമ്മുടെ റിസൾട്ടുകൾ അനലൈസ് ചെയ്യാനായിട്ട് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ ഒരാളുടെ പേഴ്സണൽ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, പേഴ്സണാലിറ്റി ഇതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ച് ടാസ്ക് ആണ്. ഇൻഎഫക്റ്റീവ് ഇൻ സം ഏരിയ. ഇന്റർവ്യൂ എല്ലായിടത്തും എഫക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. Face-to-face interview are often incapable of gathering personal and financial information. Face-to-face interviews-lode നമുക്ക് personal and financial information കിട്ടണമെന്നില്ല. Such kind of information may be obtained through mail, questionnaires, especially if there is no complexion to understand it. നമുക്ക് ക്വസ്റ്റ്യനെയറോ ആപ്ലിക്കേഷൻ ഫോമിലൂടെയൊക്കെ നമുക്ക് പേഴ്സണൽ ഇൻഫർമേഷനും കാര്യങ്ങളും ചെയ്യാൻ പറ്റും, റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. റെക്കോർഡിംഗ് കോംപ്ലിസിറ്റി. എല്ലാ ഇന്റർവ്യൂസും റെക്കോർഡ് ചെയ്യാൻ ഇൻഫർമേഷൻസും കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാന്ന് വെച്ചാൽ അത്യാവശ്യം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. An interview has a disadvantage as it causes the problem of recording information collected from the candidates. Candidates-ന്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത എല്ലാ ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്ത് വെക്കാന്ന് വെച്ചാൽ അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. ഫോർ ദിസ് പർപ്പസ് there is no proper facility. നമുക്ക് ഇതിനു വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഫെസിലിറ്റി ഇല്ല. Note taking is supposed to be distraction for both the interview and the interviewer as it's interrupt the flow of conversation. നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നോട്ട് എഴുതി വെക്കാന്ന് പറയുമ്പോൾ ആ ഒരു കോൺവെർസേഷനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട് ഒരു പരിധി വരെ. ഡിമാൻഡ് സ്കിൽഡ് ഇന്റർവ്യൂവേഴ്സ്. നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തി, ഇന്റർവ്യൂവർ അത്യാവശ്യം സ്കിൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം. നമ്മൾ HR മാനേജർ ആയാലും ആരായാലും ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്യാനുള്ള സ്കിൽസും എബിലിറ്റിയും നല്ല രീതിയിൽ വേണം. ആൻഡ് ഇന്റർവ്യൂ റിക്വയർഡ് എ സെറ്റ് ഓഫ് ഹൈലി സ്കിൽഡ് ഇന്റർവ്യൂവേഴ്സ്. നമുക്കൊരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഇന്റർവ്യൂവേഴ്സ് വേണം. കോഴ്സ് അവൈലബിലിറ്റി ഈസ് ലിമിറ്റഡ്. അങ്ങനെ സ്കിൽഡ് ആയിട്ടുള്ള ഇന്റർവ്യൂവേഴ്സ് ഇല്ലെങ്കിൽ the time and cost spent on training and development is so also high. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് ഇല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ റോങ് കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും. ആ റോങ് കാൻഡിഡേറ്റ്സിന് നമ്മൾ നല്ല രീതിയിൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ട് വരും.
അപ്പൊ ഇത്രയുമാണ് ഇന്റർവ്യൂയുടെ ഡിസഡ്വാൻറ്റേജ്. വൺ ഓഫ് ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് എക്സ്പെൻസീവ് ആണ്. ഒന്ന് റീഡ് ചെയ്തേ. റീഡ് ചെയ്തോ? ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഫിസിക്കൽ എക്സാമിനേഷൻ ആണ് കേട്ടോ. ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. നമ്മളിപ്പോ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഇന്റർവ്യൂ ഒക്കെ പാസ് ആയി കഴിഞ്ഞ ചില ജോബുകൾക്ക് മെഡിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ടല്ലേ? കേട്ടിട്ടുണ്ടോ അത്? ഈ സ്പോർട്സിലേക്കുള്ള ജോബുകളിൽ മെഡിക്കൽ എക്സാമിനേഷൻ ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിന് ശേഷമായിരിക്കും അവരെ പ്ലേസ്ഡ് ആവുന്നത്. അതിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. ഇപ്പോ ടേം എക്സാമിന്റെ സമയം, ഇപ്പൊ ടേം 1ന്റെ എക്സാം ചിലപ്പോ അടുത്തുണ്ടാവും. അങ്ങനെ വരാണെങ്കിൽ ഞാൻ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ നിങ്ങൾക്ക് അറിയാലോ, അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ് അല്ലെ? ചിലപ്പോ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആവാനുള്ള ചാൻസ് കുറവായിരിക്കും. അപ്പൊ എവിടെ വരെയാണ് എടുത്തു നിർത്തിയിരിക്കുന്നത് അത്രയും വരെ ആയിരിക്കും എക്സാമിൽ ക്വസ്റ്റ്യൻ വരുന്നത്. ക്ലിയർ ആണോ? അപ്പൊ എവിടെ വരെ എടുത്തിട്ടുണ്ടോ അത്രയും വരെ നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ അത്രയും വരെ നിങ്ങൾ എക്സാമിൽ നോക്കണം കേട്ടോ. ഒരുപാട് ബാക്കിയുള്ള പോർഷൻസ് നോക്കണ്ട. ഇവിടെ വരെ എടുത്തു നിർത്തിയിട്ടുണ്ടോ അവിടെ വരെയുള്ള നോക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു ഓൾ. എല്ലാവരും ടേം എക്സാം ഒക്കെ വരാണ്, നന്നായിട്ട് ഒന്നും കൂടി നോക്കുക. നമുക്ക് ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ റിവൈസ് ചെയ്യാം കേട്ടോ. ടൈം ഉണ്ടെങ്കിൽ എക്സാമിന് എങ്ങനെയാണോ വരുന്നത് ക്വസ്റ്റ്യൻസ് ഇപ്പോഴേ ഓർക്ക് ടെൻഷൻ കൂടിയിട്ട് വരും. ഇല്ല കുഴപ്പമില്ല. നമ്മളിപ്പോ മോക്ക് ടെസ്റ്റ് വരുന്ന പോലത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇത് നമുക്കിപ്പം റീസെന്റ് നടക്കുന്ന ആ 5 ക്വസ്റ്റ്യൻസിന്റെ കൂട്ട് തന്നെയോ? അതേപോലത്തെ കുറച്ച് 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും, 1 വേർഡ് ആയിരിക്കും. അതിന് മുമ്പ് മാം ഒന്ന് എടുക്കുവോ ബാക്ക്? എന്താണ്? അതിന് മുമ്പ് ക്ലാസ്സിൽ ഒന്നും കൂടി റിവ്യൂ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമോ? പറ്റുകയാണെങ്കിൽ റിവൈസ് ചെയ്യും. NBCS മിക്കവരും റിവൈസ് ചെയ്യും. ഞാനും പറ്റുകയാണെങ്കിൽ റിവൈസ് ചെയ്യാം. ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. എനിക്ക് ഇങ്ങനെ പറയാൻ സമയം കിട്ടിയില്ലെങ്കിലോ ഞാൻ എത്ര വരെ 29 മെസ്സേജ് വന്നേക്കുന്നു എച്ച്ആറിന്റെ അവിടെ നിന്ന്. അതാ ഞാൻ ചോദിച്ചത്. എന്താണ്? 29-ാം തീയതി എന്നും പറഞ്ഞാണ് ഡേറ്റ് വന്നേക്കുന്നത് എക്സാമിന്റെ. അതാ ഞാൻ ചോദിച്ചത്. എക്സാമിന്റെ 29th എക്സാം. ടൈം എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ടൈം പറഞ്ഞിട്ടില്ല, 29 പറഞ്ഞിട്ടുണ്ട് എക്സാം. ഓക്കേടാ, 29th അപ്പൊ 29th ഈ ക്ലാസ് ടൈമില് 11:30 to 12:30 പറഞ്ഞിരിക്കുന്നത്.
ഓക്കേടാ, ഓക്കെ. 29th എന്ന് പറയുമ്പോൾ എനിക്ക് ക്ലാസ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. സോ ഫിസിക്കൽ എക്സാമിനേഷൻ വരെ നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് നാളെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്താലോ? ഓക്കെ മാം. ഓക്കെ, അപ്പൊ നാളെ ഇൻട്രൊഡക്ഷൻ റിവൈസ് ചെയ്യാം കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു. നാളെ എല്ലാവരും ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. വായിച്ചൊന്ന് റീഡൊക്കെ ചെയ്തിട്ട് വന്നേ. താങ്ക് യു മാം. താങ്ക് യു ഓൾ.